ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് OnePlusൻ്റെ ഒരു ബജറ്ററി ഫോണായ OnePlus Nord N20 എന്നുള്ള മോഡലാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ വരുന്നത് 4GB റാമും 64GB ഇൻബിൽട്ട് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ സ്പെക്കും അതുപോലെ തന്നെ അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ടിയർ ചെയ്ത് നമുക്കത് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല സ്റ്റേഡി ആയിട്ടുള്ള നല്ല ഒരു ബോക്സാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. കണ്ടോ, 4GB റാം 64GB ഇൻബിൽട്ട് ആയിട്ട് ഒരു ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് ഇത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ OnePlusൻ്റെ ആ ലോഗോ ഉള്ള അതിൻ്റെ ആ പൗച്ചും, അപ്പോൾ ഈ ഒരു പൗച്ചിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ആ ഒരു ക്ലിയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല അടിപൊളി തന്നെയാണ്. ഒരു സിം ഇജക്ടർ ടൂള് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കണ്ടോ, സിം ഇജക്ടർ ടൂൾ ഇതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് അടുത്തതായിട്ട് OnePlusൻ്റെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റി ഇൻഫർമേഷൻ, അതായത് സാർ റേറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിൽസൊക്കെ അടങ്ങുന്ന ഒരു സേഫ്റ്റി ഇൻഫർമേഷൻ ഗൈഡും ഇതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ക്ലിയർ കേസ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ബാക്ക് കവറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്റ്റേഡി ആയിട്ടുള്ള നല്ലൊരു കവർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മൊബൈലിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.56 ഇഞ്ചാണ് വരുന്നത്. കണ്ടോ, ഇനി നമുക്ക് മൊബൈൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ കണ്ടോ, AI 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡും ഇതൊക്കെ ജസ്റ്റ് നോക്കാം. ഓപ്പൺ ചെയ്ത ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കണ്ടോ, ഇന്ത്യൻ ടൈപ്പാണ് ചാർജർ വരുന്നത്. വാപ്പ് ചാർജിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതായത് ഈ ഒരു മൊബൈലിന് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. കണ്ടോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാനിത് നിങ്ങൾക്ക് ഇത് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി മൊബൈൽ തന്നെയാണ് ഈ ഒരു OnePlusൻ്റെ. അതായത് ബജറ്ററി ഫോണൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു ഫോൺ തന്നെയാണ്. പിന്നെ നോർമൽ OnePlusൻ്റെ ആ ഒരു ഐക്കണിക് റെഡ് കളേർഡ് ആയിട്ടുള്ള ഒരു ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധം എല്ലാ ഫോൺസും ഇപ്പോൾ വരുന്നത് വിത്തൗട്ട് ചാർജറാണ്. അപ്പോൾ ഈ ഒരു മൊബൈലിൻ്റെ കൂടെ OnePlus നമുക്ക് ചാർജറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നല്ല മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ, നല്ല ഗ്ലോസി ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. സൈഡിൽ നോക്കുമ്പോൾ ഓൺ ബട്ടണും അതിൻ്റെ തൊട്ട് താഴെ ചാർജിങ് പോർട്ടും അതുപോലെ 3.5mm ഒരു ജാക്കും സ്പീക്കറും തൊട്ട് താഴെ ഉണ്ട്. മുകളിൽ ഒന്നും വരുന്നില്ല. പിന്നെ അതിൻ്റെ തൊട്ട് അപ്പുറത്ത് വോളിയം അപ്പ് ആൻഡ് ഡൗണും അതേപോലെ ഒരു സിം ഇജക്ടർ ട്രേയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊബൈൽ ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൻ്റെ സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.56 ഇഞ്ച് 720x1612 ആണ് വരുന്നത്. അതുപോലെ തന്നെ റിയർ ക്യാമറ വരുന്നത് 50 MP ആണ്. 4GB റാമും 64GB സ്റ്റോറേജുള്ള ഇതാണ്. അതുപോലെ തന്നെ ബാറ്ററി വരുന്നത് 5000 mAhൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ. ഇനി അത് ബൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഒരു സമയം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് OnePlusൻ്റെ ആ ഒരു ഇത് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എഗ്രി ചെയ്തിട്ട് ഒന്ന് സിമ്മും കാര്യങ്ങളൊന്നും ഇട്ടില്ല, നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനാണ്. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നാട്ടിലത്തെ റേറ്റ് വരുന്നത് ഏകദേശം 14,750 രൂപയാണ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. സെലസ്റ്റിയൽ ബ്ലാക്ക്, ഒയാസിസ് ബ്ലൂ കാര്യങ്ങളൊക്കെ. ഡിസ്പ്ലേയുടെ കാര്യം വരുന്നത് HD+ ആണ്. സ്ക്രീൻ സൈസ് 6.56 ഇഞ്ച്. റെസൊല്യൂഷൻ വരുന്നത് 720x1612 പിക്സൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ അൺലോക്കിംഗ് മോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ റോബോട്ടോ മോഡും അതുപോലെ OnePlus സാന്റ മോഡും കാര്യങ്ങളൊക്കെയാണ്. നാവിഗേഷൻ സ്റ്റൈലും ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എഗ്രി ചെയ്ത് വിടാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ ഇതാണ് ആ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ഒരു റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മുകളിലേക്ക് നോക്കുമ്പോൾ നാവിഗേഷൻ ബാറും കാര്യങ്ങളൊക്കെയാണ്. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ആ നാവിഗേഷനും ബാറൊക്കെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ഐക്കൺസും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ലാഗില്ലാത്ത നല്ല ഒരു റെസ്പോൺസീവ് സ്ക്രീൻ തന്നെയാണ്. HD+ ആണ് വരുന്നത് അതിൻ്റെ സ്ക്രീൻ വരുന്നത്.
അപ്പോൾ നമുക്ക് സെറ്റിങ്സിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോവാം. സെറ്റിങ്സിലും കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് ഇതിൻ്റെ എബൌട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കണ്ടോ, അതിൽ ഒഫീഷ്യൽ വേർഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 12 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ അതിൽ സിമ്മും ചാർജൊന്നും ചെയ്തിട്ടില്ല. ഡിവൈസ് നെയിം OnePlus Nord N20 SE ആണ് വരുന്നത്. ഇതിൽ നമുക്ക് വിർച്വൽ റാം അവൈലബിൾ ആണ്. കണ്ടോ, 4GB അതുപോലെ ഒരു 4GB വിർച്വൽ റാം നമുക്ക് ചെയ്യുന്നുണ്ട്. വിർച്വൽ റാം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മെമ്മറി സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ 4+4 8GB റാം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റോറേജിൽ നമുക്ക് അതിൻ്റെ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ 12 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് എന്ന് പറഞ്ഞാൽ MediaTek Helio G35 ആണ് പ്രോസസ്സർ വരുന്നത്. അതുപോലെ തന്നെ Exynos 12 ആണ് സ്കിൻ വരുന്നത്. അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് 12 ആണ്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബാറ്ററി 5000 mAh ഫാസ്റ്റ് ചാർജിങ് ബാറ്ററി തന്നെയാണ്. അതുപോലെ ഇതിൽ ലോക്ക് സ്ക്രീൻ വരുന്നത്, ഫേസ് വരുന്നുണ്ട്, ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്, പ്രൈവസി പാസ്വേഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സും പാരൻ്റൽ വെൽബീയിങ് ഉണ്ട്. സിസ്റ്റം സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ കാണുന്ന പോലെ ലാംഗ്വേജ്, ഡേറ്റ് ആൻഡ് ടൈം, പവർ ബട്ടൺ, സ്ക്രീൻഷോട്ട്, സ്ക്രീൻ റെക്കോർഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക് ആൻഡ് സപ്പോർട്ട് ഇപ്പോൾ കിട്ടില്ല. കാരണം അത് നമുക്കൊരു ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ടെക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു യൂസർ ഗൈഡ് പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഫൈ ഉണ്ട്, മൊബൈൽ നെറ്റ്വർക്ക്, ബ്ലൂടൂത്ത്. പേഴ്സണലൈസേഷൻ വരുന്നത് നമ്മൾ നേരത്തെ കാണുന്ന പോലെ നമുക്ക് വാൾപേപ്പറും അതുപോലെ ഐക്കൺസും കാര്യങ്ങളൊക്കെ, ഫോൺ സൈസ്, കളറ്, ക്വിക്ക് സെറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് പേഴ്സണലൈസേഷനിൽ വരുന്നത്. അതുപോലെ വേറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, ഹോം സ്ക്രീൻ ആൻഡ് ലോങ് സ്ക്രീൻ. അതിൽ ബാക്കിയുള്ള വരാണെങ്കിൽ ഡബിൾ ടാപ്പ് ടു ലോക്ക്, അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ റെസ്പോൺസീവ്നെസ്, റേസ് ടു വേക്ക്, ഡബിൾ ടാപ്പ് ടു വേക്ക് ഓർ ടേൺ ഓഫ്, അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് വെച്ചാൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ നമുക്ക് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും അവൈലബിൾ ആണ്. ലൈറ്റ് മോഡാണ് കാണുന്ന നല്ലത്, ഡാർക്ക് മോഡാണ് ഞാൻ കൂടുതലും കംഫർട്ടബിൾ. പക്ഷേ വീഡിയോ പർപ്പസിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് സൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് OnePlusൻ്റെ. നല്ലൊരു ബജറ്ററി ഫോൺ, ഒരു 4G ഫോണൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു മൊബൈൽ തന്നെയാണ് ഈ ഒരു OnePlusൻ്റെ ഒരു മിഡ് റേഞ്ച് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 50 MP നല്ലൊരു ക്യാമറ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇതിൽ ഒരു നൈറ്റ് മോഡ് ക്യാമറ കൊടുത്തിട്ടുണ്ട്, വീഡിയോ, അതുപോലെ തന്നെ ഫോട്ടോ, പോർട്രേറ്റ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. വീഡിയോയിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്കവിടെ കൈ എത്തുന്നില്ല, അത് കാരണമാണ്. സെറ്റിങ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ വോളിയം ബട്ടൺ, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, ഷൂട്ടിംഗ് മോഡ്, പിന്നെ അതിൻ്റെ സൂം ഫെസിലിറ്റി, വീഡിയോ റെസൊല്യൂഷൻ 1080 കാണിച്ചു തരാം. 1080 720p നമുക്ക് ചെയ്യാൻ പറ്റും. HD ആണ് വരുന്നത്. 4K വീഡിയോസ് ഒന്നും ഇതിൽ സപ്പോർട്ടഡ് അല്ല. കാരണം ഈ ഒരു റേഞ്ചിൽ 4K വീഡിയോസ് ഒന്നും നമുക്ക് അത്ര വലിയ അവൈലബിൾ ആവില്ല. പിന്നെ HDR, പിന്നെ പോർട്രേറ്റ്, പിന്നെ മോറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. പ്രോ വരുന്നുണ്ട്, ടൈം ലാപ്സ് വരുന്നുണ്ട്, പനോരമ വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ഫോട്ടോഗ്രാഫിക് ക്യാമറ, 50 MP ക്യാമറയാണ്. അത്യാവശ്യം തെറ്റില്ലാത്തൊരു ക്യാമറയാണ്. ഒരു 3x സൂം വരെ അവൈലബിൾ ആണ്. 1x ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. 3x വരെ അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ടെക് ആൻഡ് ട്രാവൽ വൈബ്സിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.